الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ മേൽ ദീനുൽ ഇസ്ലാമിനെ നിയമമാക്കി വെച്ചിരിക്കുകയാണ്. പ്രപഞ്ചമഖിലാണ്ടത്തിൻ്റെയും മേൽ, അത് ഭൗതിക പ്രപഞ്ചം ആലമു ഷഹാദ അല്ലെങ്കിൽ അഭൗതിക പ്രപഞ്ചം ആലമുൽ ഗൈബ്, ഏത് തന്നെയായിരുന്നാലും ശരി, അള്ളാഹു തആല അള്ളാഹു അല്ലാത്തവരിലേക്കെല്ലാം ദീനുൽ ഇസ്ലാമിനെ ഒരു പൊതു നിയമമായി അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചമഖിലാണ്ടവും മുസ്ലിമാണ്. ഇസ്ലാമല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന പ്രശ്നവും വിഷയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു ദീനിനെയാണോ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിൽ പിന്തുടരാൻ അല്ലെങ്കിൽ പിൻപറ്റാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രമാണമായി പരിഗണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു ദീനിനെയാണോ? ഏതവസ്ഥയിൽ വലഹു, അള്ളാഹു തആലക്ക് വേണ്ടി അസ്ലമ മുസ്ലിമായിരിക്കുകയാണ് മംഫിസ്സമാവാത്തി, ആകാശങ്ങളിലുള്ളവരഖിലം, വമംഫിൽ അർളി, ഭൂമിയിലുള്ളവരഖിലവും അള്ളാഹ്ക്ക് വേണ്ടി മുസ്ലിമായിരിക്കുകയാണ്. ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ നസ്സ് അനുസരിച്ച് പ്രപഞ്ചമഖിലാണ്ഡവും മുസ്ലിമാണ്, അതിലെ സകല വസ്തുക്കളും മുസ്ലിമാണ്. ഈ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു തആല പിന്നെ കുറച്ച് ആമായിട്ട് സംസാരിക്കുകയാണ്. മൊത്തത്തിൽ മുജ്മലായിട്ടാണ് ആദ്യം പറഞ്ഞത്, മൊത്തത്തിൽ ആകാശഭൂമികളിലുള്ളവരഖിലവും മുസ്ലിമാണ് എന്ന്. എന്നിട്ട് വിശദീകരണം അല്ലാഹു തന്നെ പറഞ്ഞു, വശംസു, സൂര്യനും മുസ്ലിമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ ഏത് രീതിയിലാണ് പ്രപഞ്ചത്തിന്റെ മേൽ നടപ്പിലാക്കിയത് അതും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ മേൽ അല്ലാഹു തആല ഇസ്ലാമിനെ നടപ്പിലാക്കിയത് രണ്ട് രീതിയിലാണ്. ഒന്ന് തൗഅൻ, രണ്ടാമത്തത് കർഹൻ. ഒന്ന് തൗഅൻ, രണ്ടാമത്തത് കർഹൻ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റേതല്ലാത്തൊരു ദീനിനെയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഈ നിങ്ങളെന്ന് അള്ളാഹു അഭിസംബോധനം ചെയ്യുന്നത് മനുഷ്യരെയാണ്. ഏതവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി മുസ്ലിമായിരിക്കുകയാണ് പ്രപഞ്ചമഖിലാണ്ടവും തൗഅൻ ഔ കർഹൻ. ചില ജീവികൾ, ചില വസ്തുക്കൾ അനുസരണ ബുദ്ധിയാ മുസ്ലിമായതാണ്. വകർഹൻ, ചിലര് നിർബന്ധ ബുദ്ധിയാ മുസ്ലിമായതാണ്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും മേൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകി ഇസ്ലാമിനെ വിശദീകരിച്ചു കൊടുക്കുകയല്ല അല്ലാഹു തആല ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം നൽകാതെ ഇസ്ലാമിനെ അതിൻ്റെ അസ്തിത്വവുമായി കണക്ട് ചെയ്യുകയാണ്, ബന്ധിപ്പിക്കുകയാണ് അല്ലാഹു തആല. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു തആല അനുസരണത്തിൻ്റെ രീതി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് തിരഞ്ഞെടുക്കുക എന്ന വ്യവസ്ഥിതിയിലൂടെ ഇസ്ലാമിനെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്ന വിഭാഗം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയ സൃഷ്ടികൾ രണ്ട് സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ. ഒന്ന് അൽ ജാൻ, രണ്ടാമത്തത് വൽ ഇൻസ്, ജിന്നുകളും മനുഷ്യരും. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രണ്ട് വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അഖീദന്റെ ഉലമാക്കൾ അതിന് പറയുക കസ്ബ് ഇഖ്തിയാർ എന്നാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്തതാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്തു പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യർക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്തതാണ്. അങ്ങനെ മനുഷ്യൻ അവൻ്റെ തീരുമാനം നടത്തി കഴിയുകയും ഇന്നത് ചെയ്യണമെന്ന് അവൻ അസായിമിൽ തീരുമാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ അടന്ന് അങ്ങോട്ടുള്ള കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്ന് പറഞ്ഞത്. തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനാകട്ടെ, തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കാഫിറാവട്ടെ എന്ന്. തീരുമാനം മനുഷ്യർക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് ഖദർ ഖലാ പറഞ്ഞുകൊണ്ട് ജഹാലത്തിന്റെ വിഷയം നമ്മൾ സംസാരിക്കരുത്. അള്ളാഹ് അങ്ങനെയാ തീരുമാനിച്ചതെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലേ ആവുള്ളൂ എന്നത് ജഹാലത്തിന്റെ വാക്കാണ്, വിവരക്കേടിന്റെ വാക്കാണ്. ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്തവരുടെ വാദമാണത്. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ ഇങ്ങനെയല്ലേ ആവുള്ളൂ. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടാണ് അല്ലാഹു തആല നിന്നെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മേൽ അല്ലാഹു തആല അത്തരത്തിലൊരു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്ങാനും അല്ലാഹു പ്രാപഞ്ചിക സൃഷ്ടികൾക്ക് നൽകുന്ന പക്ഷം ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസ് താറുമാറാകുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ വിശദീകരിച്ചത് വലഹു, അള്ളാഹ്ക്ക് വേണ്ടി അസ്ലമ മുസ്ലിമായിരിക്കുന്നു അശംസു, സൂര്യൻ അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ മുസ്ലിമാണ്. സൂര്യൻ എന്ന സൃഷ്ടി അതിനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ സൃഷ്ടിപ്പുമായി സൃഷ്ടാവായ അള്ളാഹു ഇസ്ലാമിനെ ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം തീരുമാനമെടുക്കാനുള്ള അവകാശം സൂര്യനില്ല. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിൽ വരുത്താനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ആ സൃഷ്ടിക്ക് അല്ലാഹു വകവെച്ചു കൊടുത്തിട്ടുള്ളൂ. തുടർന്ന് പറഞ്ഞു വൽ ഖമർ, ചന്ദ്രനും ഇസ്ലാമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമർ. ചന്ദ്രനും അല്ലാഹു തആല സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ അസ്തിത്വവുമായി അല്ലാഹു അനുസരണത്തെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഒന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ തെരഞ്ഞെടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ചന്ദ്രൻ ഉണ്ടാകുകയില്ല. അഥവാ ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസ് പോയേനെ. മൂന്നാമത് പറഞ്ഞത് വൻ നുജൂമു, നക്ഷത്രങ്ങളും മുസ്ലിമാണ്. വളരെ ഗൗരവമായിട്ട് കാണണം നാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ കർമ്മങ്ങളും കുറെ ദിക്റും കുറെ ദുആവുമായിട്ട് ഇങ്ങനെ പോക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ ഇസ്ലാം ആയതിന് ശേഷം അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ മാത്രമാണ്.
നിസ്കാരമായാലും ശരി, നോമ്പായാലും ശരി, സക്കാത്തായാലും ശരി, ഹജ്ജായാലും ശരി, വിക്ർ തസ്ബീഹാത്തുകളായിരുന്നാലും ശരി, യത്തീംഖാന ആയാലും ശരി, മിസ്കിൻഖാന ആയാലും ശരി, സകല ഖാനകളും എന്തിനു വേണ്ടിയുള്ളതാണ്? ഞാൻ സ്വന്തം തെരഞ്ഞെടുക്കുന്ന ദീനുൽ ഇസ്ലാമിനെ പോറലേൽക്കാതെ മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള വെറും ഒരു ഊർജം മാത്രമാണ് ഈ പറയപ്പെടുന്ന അഅ്മാലുകൾ മുഴുവനും. വല്ലാഹി അഅ്മാലുകൾ അടിസ്ഥാനമല്ല, ഈമാനാണ് അടിസ്ഥാനം. അൽ ഈമാൻ വൽ അഅ്മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ മനുഷ്യർക്ക് രണ്ട് വഴികളാണ് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലലാലത്തിന്റെ വഴിയാണ്, മറ്റേത് ഹിദായത്തിന്റെ വഴിയാണ്. ലലാലത്തിന്റെ വഴിയും അതിന്റെ ആൾക്കാരെയും പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു തആല പറഞ്ഞത്, ഭൂമിയിൽ ലലാലത്ത് ഉണ്ടാക്കുന്നതിന് മനുഷ്യനെ അല്ലാഹു തആല ഏൽപ്പിച്ച രണ്ട് ജോലികൾ അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും ആണ്. അധികാരവും പണവും. ലലാലത്ത് പ്രചരിപ്പിക്കുന്നതിന് മനുഷ്യൻ അല്ലാഹു കൊടുത്ത രണ്ട് മെറ്റീരിയലാണത്, അധികാരവും പണവും. അതേ അവസരത്തിൽ അല്ലാഹു തആല ഹിദായത്ത്, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കൊടുത്തിരിക്കുന്ന രണ്ട് ആയുധങ്ങളാണ് അൽ ഈമാനു വൽ അഅ്മാൽ. ഒന്ന് ഈമാൻ, മറ്റേത് അഅ്മാൽ. ഈമാനിന് നാം മലയാളത്തിൽ വിശ്വാസം എന്നർത്ഥം വെക്കും. അത് അത്ര ഫിറ്റായ അർത്ഥമാണ്, നമുക്ക് അഭിപ്രായമില്ല. രണ്ടാമത്തത് വൽ അഅ്മാൽ, കർമ്മങ്ങൾ. വിശ്വാസവും കർമ്മവും. മലയാളത്തിൽ അർത്ഥം വെച്ച് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ കേരളക്കാർക്കുണ്ട്. അതുകൊണ്ട് ആദർശം മനസ്സിലാവാൻ ആദർശവാദികൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പണ്ഡിതന്മാര് പറയാറുണ്ട്, ലോകത്ത് ഇസ്ലാമിന് ദഅവത്ത് ചെയ്യാൻ കേരളം പോലെ പ്രയാസമുള്ളൊരു രാജ്യം ലോകത്ത് വേറെയില്ല എന്ന്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ഒരുപാട് സ്റ്റേറ്റുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രയാസമുള്ള രാജ്യം കേരളമാണ്. അതെന്തുകൊണ്ടാണെന്ന് പലതവണ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഈ കേരളം തന്നെയാണ് ആദർശം പ്രചരിപ്പിക്കുന്നത് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന രാജ്യം. പടിഞ്ഞാറോ കിഴക്കോ തെക്കോ വടക്കോ പറഞ്ഞിട്ട് നാം വെറുതെ സമയം കളയണ്ട. മഗ്രിബും മശ്രിക്കും സംസാരിച്ചിട്ട് നാം സമയം കളയണ്ട. അവരൊക്കെ അവരുടെ ദൗത്യം പൂർത്തിയാക്കുകയും വളരെ വളരെ സുദീർഘമായ രീതിയിൽ വേഗത്തിൽ തന്നെ ദീനുൽ ഇസ്ലാമിനെ ആദർശമാണ് എന്ന് അംഗീകരിക്കാനുള്ള വ്യഗ്രതയിലാണ് അവരൊക്കെ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ സ്വയം കാണുകയും അവനവൻ എന്തായി എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരളക്കാരെ ആദർശത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അത് തിരുത്തണമെന്നാണ് നാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തുടക്കത്തിൽ തന്നെ രണ്ട് വഴികൾ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നാം സാധാരണ പരിചരിക്കുന്ന വിഷയമാണത്. സൂറത്ത് ദഹ്റിന്റെ തുടക്കത്തിൽ 3 ആയത്തുകളുണ്ട്. വലിയ 3 വിഷയങ്ങളാണ് ആ ആയത്തിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കാനുള്ളതാണ്. രണ്ടാമത്തെ ആയത്ത് മനുഷ്യന്റെ പ്രത്യുൽപാദനത്തെ വിശദീകരിക്കാനുള്ളതാണ്. മൂന്നാമത്തെ ആയത്ത് മനുഷ്യന്റെ ആദർശത്തെ വിശദീകരിക്കാനുള്ളതാണ്. അതിനെല്ലാം കൂടി അല്ലാഹു 3 ആയത്തിൽ ഉൾക്കൊള്ളിച്ചു. ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യ, നിന്നെ സംബന്ധിച്ച് നിനക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു നീണ്ട കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന്. അതെ, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഭൗതിക ലോക വ്യവസ്ഥിതിയെ പറ്റിയാണ് പറഞ്ഞത്. മനുഷ്യന്റെ ഉൽപ്പത്തി അഭൗതികവും മനുഷ്യന്റെ പ്രത്യുൽപാദനം ഭൗതികവും ആണ്. മനുഷ്യന്റെ ഉൽപ്പത്തി അഭൗതികവും പ്രത്യുൽപാദനം ഭൗതികവും ആണ്. ഈ ഭൗതികവും അഭൗതികവും ഒക്കെ കുറെ കേട്ട് തഴമ്പിച്ച ചെവികളായിരിക്കും ഈ ഇരിക്കുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. അഭൗതികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് വഹീകളെ കൊണ്ട് മാത്രം അറിയാവുന്ന കാര്യങ്ങൾക്കാണ് അഭൗതികം എന്ന് പറയുന്നത്. വഹീന്റെ ഇൽമു കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് അഭൗതികം എന്ന് പറയുന്നത്, ഗൈബ് എന്ന് പറയുന്നത്. വഹീന്റെ ഇൽമിന് പുറമെ മനുഷ്യർക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്ത ബുദ്ധിയും ചിന്തയും അറിവും ഉപയോഗിച്ച് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്ന അറിവുകള്, ആ അറിവുകൾക്കും ആ അറിവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് നാം ഭൗതികം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ വഹയിന്റെ ഇൽമു കൊണ്ട് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിന് ജിന്നുകൾ.
ജിന്ന് ഒരു സൃഷ്ടിയാണ്. അള്ളാഹു പറഞ്ഞു എന്നത് മാത്രമാണ് നമുക്കതിന്റെ തെളിവ്. അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നു എന്നത് മാത്രമാണ് അതിന്റെ തെളിവ്. ഭൗതികമായ വഹിയല്ലാത്ത സയൻസിന്റെ മഅലൂമാത്തുകളെ കൊണ്ട് ഒരു തരി പോലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് ജിന്ന് ലോകം, ആലമുൽ ജിന്ന്. അതുകൊണ്ട് ആലമുൽ ജിന്ന് തികച്ചും അഭൗതികമാണ്. വഹയ്യ് കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് ആകാശത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല, ഭൂമിയിലായാലും ചിലത് അഭൗതികമാണ്, ചിലത് ഭൗതികമാണ്. ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം തികച്ചും അഭൗതികമാണ്. ഭൗതികമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന പ്രത്യുൽപാദന രീതികളൊന്നും ഈസ നബിന്റെ നിർമ്മാണത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഒരു പുരുഷന്റെ ബീജമോ ഒരു പെണ്ണിന്റെ അണ്ഡമോ ഈസ നബിന്റെ നിർമ്മാണത്തിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ആ വിഷയത്തിലുള്ള പ്രത്യുൽപാദന രീതി എന്താണ്, സുന്നത്തുള്ള എന്താണ്? പുരുഷന്റെ ബീജത്തെ പെണ്ണിന്റെ അണ്ഡവുമായി ബന്ധിപ്പിച്ച് ഒരു നിശ്ചിത ദിവസം ഗർഭാശയത്തിൽ അതിനെ അണ്ഡമാക്കി പരിവർത്തിപ്പിച്ച് വീണ്ടും കുറച്ച് ദിവസങ്ങളെ കൊണ്ട് അണ്ഡത്തെ അസ്ഥികൂടങ്ങളാക്കി പിന്നീട് ആ അസ്ഥികൂടങ്ങളെ മാംസപേശികളെ കൊണ്ട് പൊതിഞ്ഞു. നാലാമത്തെ മാസത്തോടുകൂടി ഗർഭാശയത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിന് നാം ജന്മം നൽകി. അല്ലാഹു തആല പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണത്? പ്രത്യുൽപാദനശീൽ അള്ളാഹുവിന്റെ സുന്നത്ത്, പ്രത്യുൽപാദനത്തിലുള്ള സുന്നത്ത് തികച്ചും ഭൗതികമാണ്. അതിൽ നിന്ന് ചിലതിനെ അല്ലാഹു തആല വ്യത്യസ്തമാക്കി നമുക്ക് മനസ്സിലാക്കി തന്നു. ഏതാണത്? ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ജന്മം നൽകിയത് ഈസ നബിക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കാനല്ല, അല്ലാഹു തആലയുടെ ഖുദ്റത്ത് വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിന്റെ മകൻ എന്ന വിശേഷണം നൽകി ക്രൈസ്തവ സമൂഹം അള്ളാഹുവിന്റെ ഇടയാളായിട്ട് ഈസ നബിയെ കാണേണ്ടതായി. അത് തികച്ചും ബുദ്ധികേടാണ്. ഈസ നബിനെ അള്ളാഹു അങ്ങനെ നിർമ്മിച്ചത് അള്ളാന്റെ ഖുദ്റത്ത് വിശദീകരിക്കാനാണ്. തികച്ചും അഭൗതികമായി വസ്തുക്കളുമായി ഒരു ബന്ധവുമില്ലാതെ ആദമിനെ അള്ളാഹു നിർമ്മിച്ചു. ആദമിന്റെ ശരീരത്തിൽ ഒരു അവയവം ഉപയോഗിച്ച് ഹവ്വാനെ നിർമ്മിച്ചു. ആദമിനെയും ഹവ്വാനെയും ഉപയോഗിച്ച് ബാക്കിയുള്ള മനുഷ്യരെ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല അവന്റെ ഖുദ്റത്തിൽ ഇനി ഒന്നുകൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, അഥവാ ആണിന്റെ റോള് ആദമിനുണ്ട് ഹവ്വാന്റെ നിർമ്മാണത്തിൽ. ആദമിനാവട്ടെ ഒരു റോളും ആരുടെ റോളും ഇല്ല. ആണിന്റെ റോള് ആദമുണ്ട് ഹവ്വാക്ക്, ആദമിന്റെയും ഹവ്വാന്റെയും റോളുണ്ട് ബാക്കിയുള്ള മനുഷ്യർക്ക്. ഇനി പെണ്ണിന്റെ റോളിന് മറിയമുണ്ട്, ആണിന്റെ റോളിൽ ആരുമില്ല. അങ്ങനെ ഒരു സൃഷ്ടി ആവശ്യമുണ്ട്. വരും കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അള്ളാന്റെ ഖുദ്റത്ത് ആമാക്കാൻ അതിനുവേണ്ടി അല്ലാഹു തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. വേറെ കാര്യമൊന്നുമില്ല അതിൽ. അള്ളാഹുവിന്റെ ഖുദ്റത്ത് വിശദീകരിച്ചു എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു പ്രത്യേകതയോ അതിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പ്രത്യേകത അന്വേഷിച്ചു പോകുന്ന വിഷയമില്ല. ജാറങ്ങളുടെ ആൾക്കാർക്കാണ് ഇതിലെല്ലാം പ്രത്യേകത വ്യക്തികളുമായി ബന്ധിപ്പിക്കുന്ന ആവശ്യമുള്ളത്. നമുക്ക് ശിർക്കിന്റെ ആവശ്യമില്ല, ശിർക്കുമായി ബന്ധമൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ആയാത്തുകളെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചാണ്. ഇന്നാ ഖലഖിനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം നിർമ്മിച്ചത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, പല മിശ്രിതങ്ങൾ കൂട്ടിക്കലർക്കപ്പെട്ട ഒരു തുള്ളി ശുക്ലം ഉപയോഗിച്ചുകൊണ്ടാണ്. ഫീ ഖറാരിൻ മക്കീൻ, അല്ലെങ്കിൽ സുമ്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രത്യുൽപാദനം, അതിന്റെ ഭൗതികമായ ഘടകങ്ങളെ മുഴുവനും പരിചയപ്പെടുത്തി തരികയാണ്. സൂറത്തുൽ മുഅ്മിനൂനയിൽ കുറച്ചും കൂടി വിശാലമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ. അണ്ഡത്തെയും ബീജത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഗർഭാശയത്തിൽ ഒരു നിശ്ചിത കാലഘട്ടം നാം അതിനെ അധിവസിപ്പിച്ചു. ആ കാലത്തിനുള്ളിലാണ് അത് ഭ്രൂണമായി പരിവർത്തിപ്പിക്കപ്പെട്ടത്.
ഫഖലഖിനൽ മുദ്ഗത ഇളാമ, ഭ്രൂണം 10-40 ദിവസം കൊണ്ട് അസ്ഥികൂടങ്ങളായി രൂപപ്പെടുകയാണ്. ഫഖലഖിന വകസൗനൽ ഇളാമ ലഹ്മ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അസ്ഥികൂടങ്ങളെ, മാംസപേശികളെ കൊണ്ട് നാം പൊതിയുകയാണ്. സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖർ, 4-ാമത്തെ മാസത്തോടുകൂടി ഒരു പുതിയ സൃഷ്ടി ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരികയാണ്. ആയിരിക്കണം മനസ്സിലാകാത്തത്? വർത്തമാന കാലഘട്ടത്തെ പ്രത്യേകിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രത്യുൽപാദനത്തെ വിശദീകരിച്ചത് അങ്ങനെയാണ്. പ്രത്യുൽപാദനം തികച്ചും വഹയിന്റെ ഇൽമിലും സയൻസിന്റെ ഇൽമിലും അധിഷ്ഠിതമാണ്. വഹയിന്റെ ഇൽമിന് എതിരായി സയൻസിന്റെ ഇൽമ് വരുന്നുണ്ടെങ്കിൽ വല്ലാഹി ആ സയൻസിന്റെ ഇൽമ് തള്ളപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ സയൻസിന്റെ ഇൽമിന് പ്രസന്റ് വെരിഫിക്കേഷൻ മാത്രമേ സയന്റിസ്റ്റുകൾ നൽകുന്നുള്ളൂ. വഹയിന്റെ ഇൽമ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, ഒരു സംശയവുമില്ലാതെ. അപ്പൊ സയൻസിന്റെ ഇൽമും ഖുർആന്റെ ഇൽമും തമ്മിൽ ഏറ്റുമുട്ടിയാൽ സയൻസിന്റെ ഇൽമു 100% തള്ളേണ്ടതും പരിശുദ്ധ ഖുർആനിനെ 100% അംഗീകരിക്കേണ്ടതും ആണ്. അല്ലെങ്കിൽ സംഭവിക്കല് ലാ ഇലാഹ ഇല്ലല്ലാഹ്കാരൻ സയൻസ് റസൂലുള്ളാഹിലേക്ക് കൺവർട്ടാകും, അതോടുകൂടി 2ാം ഷഹാദ ബാത്തിലാകും, അതോടുകൂടി 1ാം ഷഹാദ ബാത്തിലാകും, അതോടുകൂടി ദീനുൽ ഇസ്ലാം എന്ന് പുറത്തുപോയി കാലാകാലം നരകത്തിലാകും. ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. 3ാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇന്നാ ഹദൈനാഹു സബീല, ഈ മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് വഴി, ജീവിതരേഖ. തുടർന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിക്കണം എന്ന വഴി അവനിക്ക് ഞാൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വഴി 2ആണ്. ഇമ്മാ ഷാക്കിറ, ഒന്നിക്കിൽ ശുക്രിന്റെ വഴിയായിരിക്കും, ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ കുഫറിന്റെ വഴിയായിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് തർത്തീബാക്കി കൊടുത്തിരിക്കുകയാണെന്ന് അല്ലാഹു പറയുന്നത്. ഫഹദൈനാഹു നജ്ദൈൻ, ഫഹദൈനാഹു നജ്ദൈൻ, 2 മലം പാതകൾ മനുഷ്യർക്ക് മുമ്പിൽ തുറന്നിട്ട് കൊടുത്തത് ഞാനാണ്. ഒന്ന് കുഫറിന്റെ പാതയാണ്, മറ്റേത് ഈമാന്റെ പാതയാണ്. ഒന്ന് ശിർക്കിന്റെ പാതയാണ്, മറ്റേത് തൗഹീദിന്റെ പാതയാണ്. ഒന്ന് ബിദ്അത്തിന്റെ പാതയാണ്, മറ്റേത് സുന്നത്തിന്റെ പാതയാണ്. ഇത് 2 വഴി എപ്പോഴും അല്ലാഹു തആല സംസാരിക്കാറുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ മുമ്പിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ജീവജാലങ്ങളുടെ മേൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഗ്രന്ഥം ഇറക്കേണ്ടി വന്നിട്ടില്ല, ഒരു പ്രവാചകനെ നിയോഗിക്കേണ്ടി വന്നിട്ടില്ല. നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ അല്ലാഹു തആല സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞിട്ട് വന്നുജൂമു, നക്ഷത്രങ്ങൾ അഖിലവും മുസ്ലിമാണ്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു, നക്ഷത്രങ്ങൾ അഖിലവും മുസ്ലിമാണ് എന്ന് വെച്ചാൽ കോടാനകോടിക്കണക്കിന് നക്ഷത്ര പഥങ്ങളൊന്നും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു 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 അണുമണി തൂക്കം മുന്നോട്ടോ പിറകോട്ടോ ചലിക്കുകയില്ല, ഇല്ല ബിഇദ്നില്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ. എന്താ കാര്യം? ഇസ്ലാമിനെ അവരുടെ അസ്തിത്വത്തിൽ അല്ലാഹു തആല അടിച്ചേൽപ്പിച്ചതാണ്. അതാണ് കർഹൻ, അടിച്ചേൽപ്പിച്ചത്, നിർബന്ധ ബുദ്ധിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏകപക്ഷീയമായി മുസ്ലിം ആക്കുകയാണ്. ആകാശഗോളങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ ഭൂമിയിലെ വ്യവസ്ഥകളെ പറ്റി ഉയർത്തി അല്ലാഹു തആല വശജറു, സസ്യലതാദികൾ അഖിലവും മുസ്ലിമാണ്, സസ്യലതാദികൾ അഖിലവും മുസ്ലിമാണ്. വദ്ദവാബ്, വണ്ട് ജന്തു ജീവി പക്ഷി പർവ്വജാതികൾ അഖിലവും മുസ്ലിമാണ്. വൽ ജിബാലു, പർവ്വതങ്ങൾ അഖിലവും മുസ്ലിമാണ്. സമുദ്രങ്ങൾ അഖിലവും മുസ്ലിമാണ്. എന്താ പ്രയാസം തോന്നുന്നുണ്ടോ മനസ്സിലാക്കാൻ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തൗഹീദ് പൂർത്തിയാക്കാത്തത് കൊണ്ടാ ബുദ്ധിമുട്ട് തോന്നുന്നത്. തൗഹീദിന്റെ 3 ഭാഗം പൂർത്തിയാക്കിയേ പറ്റൂ. നമ്മളിപ്പോഴും 1 പൂർത്തിയാക്കിയിട്ടില്ല. LP സ്കൂളാണ് ഇപ്പോഴും ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്, അത് തൗഹീദിന്റെ LP ക്ലാസ് ആണ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത്, അത് തൗഹീദിന്റെ സെക്കൻഡറി ക്ലാസ് ആണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് തൗഹീദിന്റെ യൂണിവേഴ്സിറ്റി സ്റ്റേജ് ആണ്. നമ്മളിപ്പോഴും
LP സ്കൂളിൽ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ് തൗഹീദിന്റെ പേരും പറഞ്ഞിട്ട്. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. 4-ാം ക്ലാസ്സിൽ ജയിക്കേണ്ടടുത്ത് പിന്നെയും 1-ാം ക്ലാസ്സിലേക്ക് തോക്കും. അല്ല, 1-ാം ക്ലാസ്സിലേക്ക് ജയിക്കും. നമ്മളെ രീതി അതാണ്. നമ്മൾ തൗഹീദ് ഇങ്ങനെ പഠിച്ചു വരും, 2-ാം ക്ലാസ്സിലെത്തും, 3-ാം ക്ലാസ്സിലെത്തും, 4-ാം ക്ലാസ്സിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ വിഷയം വരും. ആ വിഷയവുമായി നമ്മൾ തൗഹീദിനെ ബന്ധിപ്പിക്കും. ഒറ്റയടിക്ക് 1-ാം ക്ലാസ്സിലേക്ക് പാസ്സാവും. പിന്നെ വീണ്ടും 4 കൊല്ലം കിടക്കണം തൗഹീദിന്റെ 1-ാം ക്ലാസ്സിലെത്തണമെങ്കിൽ, LP പൂർത്തിയാണെങ്കിൽ. മുവഹ്ഹിദുകൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചോദിച്ചു നോക്കിയേ. മുവഹ്ഹിദുകളോടാണ് നാം സംസാരിക്കുന്നത്, ഷിയാക്കളോടല്ല. ഷിയാക്കളോടുള്ള സംസാരം ആമ്മാണ്, മുവഹ്ഹിദുകളോടുള്ള സംസാരം ഖാസാണ്. അതെ, മുവഹ്ഹിദുകൾക്ക് നമ്മുടെ സംസാരം തർബിയത്തിനുള്ളതാണ്, ഷിയാക്കൾക്ക് നമ്മുടെ സംസാരം ദഅവത്തിനുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരും മലക്കം പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തർത്തീബാക്കി തന്നിരിക്കുന്ന വഴി മനസ്സിലാകാതെ പോകരുത്. നാം മരിക്കുന്നതിന് മുമ്പ് തൗഹീദിന്റെ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റിയാദുസ്സാലല്ല അർബഊനൽ നബവി എന്ന കിതാബിന്റെ 1-ാമത്തെ ഹദീസായ ഹദീസു ജിബ്രീലിന് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറയുക ഹെഡിങ്? അദ്ദീനു അലാ സലാസതി മറാത്തിബ. അള്ളാഹുവിന്റെ ദീൻ 3 മർത്തബകളിലായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. 3 സ്റ്റേജുകളിലായിട്ടാണ് അള്ളാഹു തആല അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. 1-ാമത്തെ സ്റ്റേജ് അൽ ഇസ്ലാം, 2-ാമത്തെ സ്റ്റേജ് അൽ ഈമാൻ, 3-ാമത്തെ സ്റ്റേജ് അൽ ഇഹ്സാൻ. ഇതിൽ ഈമാനും ഇസ്ലാമും നമ്മൾ ഏറെക്കുറെയൊക്കെ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്, അമൽ ചെയ്ത് കാണാറില്ല. 3-ാമത്തിനെ പറ്റി ചർച്ചയേ ഇല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു തലവരെയാണത്. നമ്മൾ 100 കൊല്ലം മെനക്കെട്ടിട്ടും ഇഹ്സാൻ എന്താണെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അടുക്കളകളിൽ ഇഹ്സാൻ ചർച്ച ചെയ്യണം. 1-ാമത്തെ കാര്യമായ ഇസ്ലാം. എന്താണ് ഇസ്ലാം? പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ട് ഷഹാദത്ത് തെളിയിക്കാനുള്ളതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമാണ് ഷഹാദ. വല്ലാഹി ഈമാന്റെ 1-ാമത്തെ കാര്യമല്ല ഷഹാദ. ഈമാന്റെ 1-ാമത്തെ കാര്യമല്ല ഷഹാദ. ഈമാനും ഇസ്ലാം പഠിച്ചിട്ടില്ലേ? ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണെന്ന് പണ്ട് പാട്ട് പഠിച്ചിട്ടില്ലേ ഷീഈ മദ്രസകളിൽ വെച്ച്? 1-ാമത്തത് ഇസ്ലാം, 2-ാമത്തത് ഈമാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തടി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം തടി കൊണ്ട് ചെയ്ത് ശീലിക്കണം, എന്നിട്ട് വേണം മനസ്സിലേക്ക് കടക്കാൻ. തടി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 5 എണ്ണമാണ്. അതിൽ 1-ാമത്തത് ഷഹാദത്താണ്, 2-ാമത്തത് നിസ്കാരമാണ്, 3-ാമത്തത് സക്കാത്ത്, 4-ാമത്തത് നോമ്പ്, 5-ാമത്തത് ഹജ്ജ്. ഇവിടെ ഷഹാദത്ത് മനസ്സുകൊണ്ടാണോ ചെയ്യേണ്ടത്, തടി കൊണ്ടാണോ? ഷഹാദത്ത് മനസ്സുകൊണ്ട് ചെയ്യേണ്ടതാണ് എങ്കിൽ അത് ഈമാൻ കാര്യത്തിലായിരുന്നു പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അത് ഇസ്ലാം കാര്യത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഷഹാദത്ത് എന്നത് തടി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വല്ലാഹി അത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് അള്ളാഹ് ഉണ്ടെന്നും മുഹമ്മദ് നബി ഉണ്ടെന്നും മനസ്സിൽ അംഗീകരിച്ചു എന്നുകൊണ്ട് വല്ലാഹി അവൻ മുസ്ലിമാവുകയില്ല. അള്ളയും റസൂലും ഉണ്ട് എന്ന് ജീവിച്ച് തെളിയിക്കാൻ സാധിക്കണം, അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അതിനാണ് ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദത്ത് വെച്ചിരിക്കുന്നത്. ഷഹാദത്ത് 2 തരമാണ്. ഒന്ന് അഷ്ഷഹാദത്തുർ റുബൂബിയ്യ, അള്ളാഹു റബ്ബാണ് എന്ന് സമ്മതിച്ചു കൊടുക്കലാണ് 1-ാമത്തത്. 2-ാമത്തത് ഷഹാദത്തുൽ ഉലൂഹിയ്യ, അള്ളാഹു ഇലാഹാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് 2-ാമത്തെ ഷഹാദ. ഇസ്ലാമിന്റെ 1-ാമത്തെ വിഷയത്തിൽ വരുന്ന ഷഹാദ റുബൂബിയ്യത്തിലുള്ള ഷഹാദത്താണോ അതോ ഉലൂഹിയ്യത്തിലുള്ള ഷഹാദത്താണോ? അതെന്താ? നിസ്കാരത്തെ പറ്റി നമ്മൾ അണപൈ തീർത്ത് പഠിക്കാറില്ലേ? നിസ്കാരത്തെ പറ്റി അണപൈ തീർത്ത് പഠിക്കാറില്ലേ? ആദ്യം നിസ്കാരത്തിന്റെ ഷർത്ത് പഠിക്കും, പിന്നെ നിസ്കാരത്തിന്റെ ഫർള് പഠിക്കും, പിന്നെ നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യം പഠിക്കും, പിന്നെ നിസ്കാരത്തിന്റെ സുന്നത്ത് പഠിക്കും, പിന്നെ നിസ്കാരത്തിന്റെ മുസ്തഹബാത്തുകൾ പഠിക്കും, പിന്നെ എന്തെല്ലാം പഠിക്കണം നിസ്കാരത്തിന്. ഇപ്പോഴും പഠിച്ചു തീർന്നോ? 75-80 വയസ്സായിട്ടും നിസ്കാരം പഠിച്ചു തീർന്നിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നോമ്പും പഠിച്ചു തീർന്നിട്ടില്ല. പിന്നെ സക്കാത്തും ഹജ്ജും പണക്കാർക്കുള്ളതുകൊണ്ട് പിന്നെ അവർക്ക് വിടാം. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദയെ പറ്റിയുള്ള ചർച്ച എന്താണ് നടക്കാത്തത്? ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദയെ പറ്റിയുള്ള ചർച്ച നടക്കാത്തതാണ് മുസ്ലിം ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ നാശം എന്ന് നാം മനസ്സിലാക്കണം.
ഷഹാദത്ത് കൊണ്ട് മാത്രമേ മുസ്ലിമാകാൻ കഴിയുകയുള്ളൂ. മൂമിനാകൽ രണ്ടാമത്തെ പ്രാവശ്യമാണ്. മുസ്ലിമായിട്ടാണ് മൂമിനാകേണ്ടത്. ഇസ്ലാമിനെ അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആദ്യം. അതിൽ ഒന്നാമത്തത് ഷഹാദത്താണ്. ആ ഷഹാദത്ത് ഒന്ന് റുബൂബിയത്തിലുള്ള ഷഹാദത്താണ്, രണ്ടാമത്തത് ഉലൂഹിയത്തിലുള്ള ഷഹാദത്താണ്. എന്താണ് ഈ റുബൂബിയത്തും ഉലൂഹിയത്തും എന്ന് പറഞ്ഞാൽ? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിപ്പോ എല്ലാവർക്കും അറിയാം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന കുറെ അമാലുകൾക്കാണ് നിസ്കാരം എന്ന് പറയുന്നത് എന്ന് കൂളായിട്ട് മറുപടി പറയും. എങ്കിൽ പിന്നെ റുബൂബിയത്തും ഉലൂഹിയത്തും എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല എന്നാണ് മറുപടി എങ്കിൽ അവന്റെ ഷഹാദ ബാത്തിലാണ്. കാരണം നിസ്കാരം സഹിയാകണമെങ്കിൽ നിസ്കാരത്തെ പറ്റി അറിയണം. അറിയാത്ത നിസ്കാരം ബാത്തിലാണ്. അപ്പൊ ഷഹാദത്തിനെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഷഹാദത്ത് എങ്ങനെയാണ് സഹിയാകുക? ഷഹാദത്ത് സഹിയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആകുക? കൂട്ടരെ, ഷഹാദത്ത് സഹിയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആകുക? അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത്, അതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രപഞ്ചത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയ ഇസ്ലാമിയത്തിന്റെ ഭാഗം റുബൂബിയത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചം അഖിലാണ്ടവും അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. അതാണ് നാം വിശദീകരിച്ചത്. അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങളും. അത് ജിന്നുകളാവട്ടെ മനുഷ്യരാവട്ടെ അള്ളാന്റെ റുബൂബിയത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിർഔനാണ് റബ്ബ് എന്ന വാക്കുപയോഗിച്ചത്. ഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളെ റബ്ബ്, നിങ്ങളെ ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിർഔൻ വാദിച്ചു. ആ വാദത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവന്റെ നാവത് പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെയാണ് എന്ന് വിശ്വസിച്ചവനായിരുന്നു അവൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിലെ മറ്റൊരിടത്ത്. ഈ ഫിർഔൻ വാദിച്ച റുബൂബിയത്ത് പരിമിതികൾ ഉള്ളതാണ്. ആ പരിമിതി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫിർഔൻ റബ്ബാണെന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണ്? പ്രപഞ്ചത്തിന്റെ വിഷയത്തിലാണോ? ആകാശത്തിന്റെ റബ്ബ് ഞാനാണെന്ന് ഫിർഔൻ പറഞ്ഞോ? ഭൂമിയുടെ റബ്ബ് ഞാനാണെന്ന് ഫിർഔൻ പറഞ്ഞോ? കടലിന്റെയും കരയുടെയും കടലിന്റെയും മലയുടെയും റബ്ബ് അല്ലാഹു ആണെന്ന് ഞാനാണെന്ന് ഫിർഔൻ പറഞ്ഞോ? ഇല്ല എന്ന് അല്ലാഹു തആല പറയുന്നു പരിശുദ്ധ ഖുർആനിൽ. എന്താണ് തെളിവ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടിലെ പ്രശ്നം ഉണ്ടായത്. കാരണം റബ്ബിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോട് ഇലാഹുമായിട്ട് അല്ലാഹുവിനെ തന്നെ കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സന്ദർഭത്തിൽ നാട്ടിലെ ജനങ്ങളെ മുഴുവനും ഫിർഔൻ വിളിച്ചുകൂട്ടിയ ഒരു മൈതാനത്തൊരു സമ്മേളനത്തിന് തൗഹീദ് എവിടെ പറയുന്നോ അവിടെ ബാത്തിന്റെ ശക്തികൾ വമ്പിച്ച സമ്മേളനങ്ങൾ നടത്തും. അത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് സംഘടനാ സുന്നത്തിൽപ്പെട്ടതല്ല, അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എവിടെ തൗഹീദ് പറയപ്പെട്ടോ അവിടെ ബാത്തിന്റെ ശക്തികൾ സകലരെയും വിളിച്ചുകൂട്ടി ശൈഖുനമാരും മൗലാനമാരും പ്രസംഗിക്കുക എന്നുള്ളത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഈ രീതിയിൽ ഫറോവ നാട്ടിലെ ബഹുജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടാൻ വേണ്ടി ഓർഡർ ചെയ്തു. വനാദാ ഫിർഔനു ഫീ ഖൗമി, ഫറോവ തന്റെ സമൂഹത്തെ വിളിച്ചുകൂട്ടാൻ അനൗൺസ് ചെയ്തു. നാദ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക. മുഴുവൻ ജനങ്ങളും ഫിർഔന്റെ കൽപ്പന അനുസരിച്ചൊരു മൈതാനത്ത് ഒരുമിച്ചുകൂടി. ആ മൈതാനത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയാണ് ഫിർഔൻ, ഏറ്റവും വലിയ ശൈഖുന. ആ ശൈഖുനാന്റെ മുഖ്യപ്രഭാഷണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഖാല, ഫിർഔൻ സംസാരിച്ചു, പ്രസ്താവിച്ചു. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി, ഹോ എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര. ഫിർഔൻ റബ്ബാണെന്ന് വാദിച്ചതിന്റെ ഒരു ഭാഗം മുൽക്കാണ്, അധികാരമാണ്. ഫറോവ തന്റെ ജനങ്ങളോട് പ്രസംഗിച്ചത് അലൈസ ലീ മുൽക്കു മിസ്ര, ഈ ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ, മാലിക് ഞാനല്ലേ ജനങ്ങളെ. മൂസ പറയുന്നു ഈജിപ്തിന്റെ മാലിക് അല്ലാഹു ആണ് എന്ന്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസംഗത്തെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ബാത്തിലിന്റെ ശക്തികൾ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, ഭൂരിപക്ഷക്കാർ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ശൈഖുനിയും മൗലാനിയുമാണ് പ്രസംഗിക്കുന്നത്. അലൈസ ലീ മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ, അതിന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ലേ, അതിന്റെ മുദബ്ബിർ ഞാനല്ലേ.
ഇപ്പം മുദബ്ബിർ ഫിറൗന്റെ അടുത്തെല്ലാം പോയിട്ട് മറ്റു പല അയാളുടെ കയ്യിലുമായി, അത് വേറെ കാര്യം. ഇതിന്റെ മുദബ്ബിർ ഞാനല്ലേ, ഇതിന്റെ റബ്ബ് ഞാനല്ലേ, ഇതിന്റെ മാലിക്കും ഖാലിക്കും മുദബ്ബിറും ഈജിപ്തിൻ്റെത് ഞാനല്ലേ. മൂസ പറയുന്നു അള്ളാഹുവിൻ്റെതാണെന്ന്. വഹാദിഹിൽ അൻഹാറു, ഈ ചെങ്കടലും നൈൽ നദിയും, ഒരു ഭാഗത്തൂടെ ഒഴുകുന്നത് ചെങ്കടൽ, മറുഭാഗത്തൂടെ ഒഴുകുന്നത് നൈൽ നദി. ഈ രണ്ട് നദികളും തജ്രി മിൻ തഹ്തി, എന്റെ രാഷ്ട്രീയാധിപത്യത്തിന്റെ ചോട്ടിലല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ലേ നൈലിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനല്ലേ ചെങ്കടലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. മൂസ പറയുന്നു അള്ളാന്റെ കൺട്രോളിലാണ് ചെങ്കടൽ എന്ന്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നൈൽ നദി എന്ന്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കെന്താ ജനങ്ങളെ കണ്ണ് കണ്ടൂടെ? ഫിറോൻ ചോദിക്കുക ജനങ്ങളോട്. ഈ ആയത്തുനിന്ന് മനസ്സിലായ വിഷയം എന്താണ്? ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔന്റെ വാചകത്തെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഫിറഔൻ റബ്ബാണെന്ന് പറഞ്ഞത് ഈജിപ്ത്, ചെങ്കടല്, നൈൽ നദി, അതിന്റെ അപ്പുറത്തേക്ക് ആ റുബൂബിയത്തില്ല എന്ന് അള്ളാഹുവാണ് പറയുന്നത്. അത് ഫിറഔൻ തന്നെ പറഞ്ഞ വാക്കാണ്. അപ്പൊ ഫിറഔന്റെ വിശ്വാസം അനുസരിച്ചും പ്രപഞ്ചത്തിന്റെ റബ്ബ് ഫിറഔനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ലോക ചരിത്രത്തിൽ റബ്ബ് അള്ളാഹുവാണ് എന്ന് തന്നെയാണ് കൃത്യമായിട്ട് വിശ്വസിച്ചു പോകുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും. പിന്നെ എന്തിനാണ് അല്ലാഹു തആല റസൂലുകളെ നിയോഗിക്കേണ്ടി വന്നത്? എന്താണ് വസ്തുത? റബ്ബിനെ വിശദീകരിക്കാനോ റബ്ബിനെ പരിചയപ്പെടുത്താനോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. റബ്ബിനെ വിശദീകരിക്കാനും റബ്ബിനെ മനസ്സിലാക്കി കൊടുക്കാനും, ആ മനസ്സിലാക്കി കൊടുത്തത് പാഴാകാതിരിക്കാനും അല്ലാഹു തആല തർബിയത്ത് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചത് നബിമാരെയാണ്, റസൂലുകളെ അല്ല. 1,25,000 റസൂൽ നബിമാരെ അല്ല നിയോഗിച്ചത്. അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അഅ്മാലുകളിലും തർബിയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേ അവസരത്തിൽ റിസാലത്ത് രണ്ടാമത്തൊരധികാരമാണ്. റിസാലത്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? അള്ളാഹുവിനെ അംഗീകരിച്ച സമൂഹം അള്ളാഹു അല്ലാത്തവരെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് റസൂലിനെ നിയോഗിക്കേണ്ടി വന്നത്. അത്തരത്തിൽ ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അത്തരത്തിൽ 313 റസൂലുകളെയാണ് അള്ളാഹു നിയോഗിച്ചത്. അതിൽ ഒന്നാമത്തെ ആള് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിനു മുമ്പ് 3 നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. 1 ആദം, 2 ഇദ്രീസ്, 3 ഇദ്രീസ്. ഇവര് 3 പേര് നബിമാര് മാത്രമാണ്. അവർക്ക് റിസാലത്തിന്റെ വട്ടമില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങൾ ആരും ദഅവത്തിന്റെ ആവശ്യക്കാരല്ല. എന്തുകൊണ്ട്? ആ സമൂഹം ജാറത്തിൽ ഇലാഹദ്റത്തിയുമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സമൂഹത്തെ പറ്റിയാണ് അഷ്റഫുൽ ഖൽഖായ മുത്ത് പറഞ്ഞത്, കുല്ലുഹും ഫി തൗഹീദ്. നൂഹ് നബിന്റെ, ആദം നബിന്റെ തലമുറയിൽ 10 തലമുറ മുഴുവനും തൗഹീദിലാണ് എന്ന് വെച്ചാൽ അവര് ജാറത്തിലെത്തിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി നിയോഗിച്ചു അല്ലാഹു തആല. അതിനെപ്പറ്റി സൂറത്തു നൂഹിന്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം നിങ്ങളൊന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കണം. വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ? 2 രീതിയുണ്ട്, പണ്ടും ഇന്നും. പണ്ടത്തെ രീതി എന്താണെന്നറിയുമോ? പണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അതിന് സിഹർ എന്നാണ് പൂർവികന്മാര് പറയാറ്. പ്രവാചകന്മാരാരെങ്കിലും തൗഹീദ് പറഞ്ഞാൽ അത് ആ പ്രവാചകന്റെ സിഹറാണ് എന്നാണ് പറയുക. ചരിത്രങ്ങൾ സാക്ഷി. ഈ കാലഘട്ടത്തിൽ സിഹർ എന്ന് പറയുന്നതിന് പകരം ആരെങ്കിലും അള്ളാഹുവിനെ പറ്റി സത്യസന്ധമായി പറഞ്ഞാൽ അത് വഹാബിയത്താണ് എന്നാണ് പറയുക. പൂർവികന്മാര് സിഹിരിയത്ത് എന്ന് പറയും, ആനുകാലികക്കാര് വഹാബിയത്ത് എന്ന് പറയും. രണ്ടും ഒരേ ചാനലിലുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നും ചോദിക്കുന്ന ചോദ്യം, ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, അത് അവസരം കിട്ടിയാലൊക്കെ ഞാൻ ചോദിക്കും. അല്ലാഹു തആല നൂഹ് നബിയെയാണ് ആദ്യമായിട്ട് റസൂലാക്കി നിയോഗിക്കുന്നത്. ആ നൂഹ് നബിന്റെ നിയോഗത്തെ പറ്റി ആ നിയോഗിക്കുന്ന ആരിലേക്കാണ്? ആദം നബിന്റെ 11ാമത്തെ തലമുറയിലേക്കാണ്. 10 തലമുറ പ്യൂർ തൗഹീദിലാണ്. അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ, ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, ഒരു മലക്കിനെ, ഒരു ജിന്നിനെ, ഒരു തങ്ങളെ, ഒരു ബീവിയെ, ഒരു ബാവയെ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ശക്തിയെ ഒന്നിനെയും പരിചയമില്ലാത്ത 10 തലമുറ അവർക്കാകെ അള്ളാനെ മാത്രമേ അറിയൂ.
അതെ, ആദം ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വന്നിട്ട് ഭാര്യയ്ക്ക് മക്കളുണ്ടായി, ആദം നബിക്കും ഹവ്വാക്കും മക്കളുണ്ടായി. ആ മക്കൾക്ക് കൊടുത്ത തർബിയത്ത് ആകാശത്തിൽ നിന്ന് പഠിച്ച തർബിയത്താ, ഭൂമിയിൽ നിന്ന് കിട്ടിയ തർബിയത്തല്ല. ആകാശത്തിൽ നിന്ന് അല്ലാഹു പറഞ്ഞില്ലേ, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദമിന് ഒരുപാട് കാര്യം ആകാശത്ത് നിന്ന് അല്ലാഹു പഠിപ്പിച്ചു എന്ന്. അത് മലക്കുകൾക്ക് പോലും അറിയാത്ത ഇൽമാണെന്നും അല്ലാഹു പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളും എത്തുന്നത് സ്വർഗത്തിലാണ്. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു നേരിട്ട് നിയന്ത്രിക്കുകയാണ് ആദം ഹവ്വ ദമ്പതിമാരെ. അവിടെ നിന്ന് ദുനിയാവിലേക്ക് വന്നാലുള്ള പ്രാക്ടീസ് കൊടുക്കുകയാണ്, തർബിയത്ത് കൊടുക്കുകയാണ്. ആ തർബിയത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് ആദം ഹവ്വ ദമ്പതിമാര് വരുന്നത്. ആദം ഹവ്വ ദമ്പതിമാര് വരുന്നതിന്റെ കാരണം അല്ലാഹു തആല അപകടമാക്കി. അതെന്തിനാ? വരവിന്റെ ലക്ഷ്യം ഗൗരവമായി കാണാൻ. സ്വർഗത്തിൽ നിന്ന് തിന്ന് കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നതാണെങ്കിൽ ആദമും ഹവ്വവും ഒന്നും ചിന്തിക്കാൻ നിൽക്കൂല. നേരെ മറിച്ച് സ്വർഗത്തിൽ നിന്ന് അടിച്ചിറക്കിയപ്പോഴാണ് ആദം ഹവ്വ ദമ്പതിമാർക്ക് ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഭൂമിയിൽ വന്ന ഉടനെ ചിന്ത ഗൗരവമുള്ളതായി തീർന്നത്. ഒരുപാട് പറയാനുണ്ട്. അള്ളാഹുവിന്റെ തർബീത്താളെ പറ്റി പറഞ്ഞാൽ തീരൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വായിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ ആദ്യത്തെ തലമുറ ആദം നബിന്റെ ദുരിയ, മക്കളും മക്കളെ മക്കളും പേരക്കുട്ടികളും, അവര് 10 തലമുറകൾ. ആ 10 തലമുറയിലാണ് ശീസ് നബി വന്നത്, ഇദ്രീസ് നബി വന്നത്. ഇവരാരും അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെ പരിചയമുള്ള സമൂഹത്തോട് തിരുത്താനല്ല, ആ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി നിയോഗിച്ചു. എന്താ ആയത്ത്? ഇന്നാ അർസൽനാ നൂഹൻ. ശരിക്കും ശ്രദ്ധിച്ചോളണം. ഒരുപക്ഷെ ആദ്യമായിട്ട് വന്ന് കേൾക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലെ പൊതു അവസ്ഥയുമായിട്ട് മിംഗിളിംഗ് ആയി കഴിഞ്ഞുകൂടുന്ന ആളുണ്ടാവും. അതും ആവാം ഇതും ആവാം. ഈ ശങ്കരവർഗ അവലു വെച്ച മാതിരി അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം, അതും ആവാം ഇതും ആവാം. വല്ലാഹി അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിലില്ല. ദീനുൽ ഇസ്ലാമിൽ ഒറ്റൊന്നേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. വേറെ ഒരു പരിപാടിയും ദീനുൽ ഇസ്ലാമിന്റെ പരിചയമില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാക്കിയ, ഭൗതിക നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരുണ്ടാക്കിയ, വ്യത്യസ്തമായ മനസ്സിന്റെ ഉടമകളാക്കി മനുഷ്യനെ ശിഥിലീകരിച്ചതിന്റെ ഭാഗമാണ്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്ക്, അള്ളാഹു പറഞ്ഞത് ഇന്നാ അർസൽനാ നൂഹൻ, തീർച്ചയായും നൂഹിനെ നാം റസൂലാക്കി അയച്ചു. ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിനാണ് അയച്ചത്? അല്ലാഹു തന്നെ പറയുന്നത്, അൻ അൻദിർ ഖൗമക്, ഓ നൂഹ്, നിങ്ങളെ ജനങ്ങൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം, താക്കീത് കൊടുക്കണം. ഞാൻ ഈ സദസ്സിലുള്ളവരോടും എന്റെ ശബ്ദം കേൾക്കുന്നവരോടും ഞാൻ ചോദിക്കുന്നു, എപ്പോഴും ചോദിക്കുന്നത് പോലെ, മുന്നറിയിപ്പും താക്കീതും കൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് നൂഹ് നബിന്റെ ഖൗമ് ചെയ്തത്? അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും താരീഖ് കൊണ്ടും തെളിയിക്കണം. ഞാൻ പറഞ്ഞ സംഗതി നടക്കൂല. ഞാൻ ചോദിക്കുന്നത്, നൂഹ് നബിയെ അള്ളാഹു മുന്നറിയിപ്പ് കൊടുക്കാനാണ് അയച്ചത്, ഒന്നാമത്തെ റസൂലിനെ. എന്ത് കാര്യത്തിൽ എന്ത് തെറ്റാണ്, അത്ര ഗൗരവമുള്ള എന്ത് തെറ്റാണ് നൂഹ് നബിന്റെ ഖൗമ് ചെയ്തത്? മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, കെട്ടുകെട്ടുത്ത വേദനയുള്ള ശിക്ഷ വന്ന് ഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നൂഹ് നബി പറയണമെങ്കിൽ അത്ര കടുപ്പപ്പെട്ട എന്ത് തെറ്റാണ് നൂഹ് നബിന്റെ ഖൗമ് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി പറഞ്ഞു തരാം. നൂഹിന്റെ ഖൗമിന് വേറൊരു മതം പരിചയമില്ല. ആര്യമതം വന്നത് ഇബ്രാഹിം നബിന്റെ വഫാത്തിന് ശേഷമാണ്. ദ്രാവിഡ മതം വന്നത് നൂഹ് നബിന്റെ വഫാത്തിന് ശേഷമാണ്. ജൂതമതം വന്നത് മൂസ നബിന്റെ വഫാത്തിന് ശേഷമാണ്. ക്രിസ്തുമതം വന്നത് ഈസ നബിന്റെ വഫാത്തിന് ശേഷമാണ്. ഷീഈ മതം വന്നത് അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്തിന് ശേഷമാണ്. അപ്പൊ ഈ മതങ്ങളൊന്നും നൂഹ് നബിന്റെ കാലത്ത് പരിചയമില്ല. ഇനി വേറെ ഫവാഹിഷുകൾ, തോന്നിവാസങ്ങൾ എന്തെങ്കിലും ചരിത്രത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി ചോദിക്കുന്നു, നൂഹ് നബിന്റെ ഖൗമി ഇന്ന തെറ്റുകൾ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ലൂത്ത് നബിന്റെ ജനങ്ങൾ ഇന്ന തെറ്റ് ചെയ്യുന്നവരാണ്, ഷുഐബ് നബിന്റെ ജനങ്ങൾ ഇന്ന തെറ്റ് ചെയ്തവരാണ്, മൂസ നബിന്റെ ജനങ്ങൾ ഇന്ന തെറ്റ് ചെയ്തവരാണ്, ഈസ നബിന്റെ ജനങ്ങൾ ഇന്ന തെറ്റെല്ലാം ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. നൂഹ് നബിന്റെ ഖൗമ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റസൂലിനെ അയച്ചത്, മുന്നറിയിപ്പ് കൊടുത്തത്? വല്ലാഹി നൂഹ് നബിന്റെ ഖൗമ് ചെയ്ത ഏക തെറ്റ് 5 ഒലിയകൾക്ക് ജാറം കെട്ടി അടപ്പോയി ഇലാഹ നടത്തി പറഞ്ഞതാണ്. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും കെട്ടുകെടുത്ത ശിക്ഷ വരുന്നുണ്ട് ജാറക്കാർക്ക് എന്ന് പറയാനുമാണ് നൂഹ് നബിന്റെ റിസാലത്തുണ്ടായത്. അല്ലെങ്കിൽ പിന്നെന്താണ്? നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, ഞാൻ തിരുത്താം.
أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الله. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരിമാരെ, നിർത്താം. സമയം ഒരു വലിയ വിഷയമാണെന്ന് എനിക്ക് സ്വന്തവും അറിയാം, നിങ്ങൾ എന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞാൻ ഒരു ചോദ്യം, അവസരം കിട്ടിയാൽ ബാക്കി ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങളെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാറ്, എവരോടാണോ, ഏത് ജമാഅത്ത് മഹലിലാണോ, ഏത് ഖത്തീബാണോ, ഏത് മുദരിസാണോ, ഏത് ഖാദിയാണോ, ഏത് ഉസ്താദാണോ, ഏത് മൗലവിയാണോ, ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നൂഹ് നബിയെ അല്ലാഹു തആല അയച്ചതിന്റെ ലക്ഷ്യം അല്ലാഹ് പറഞ്ഞു, അൻ അൻദിർ ഖൗമക്, നിന്റെ ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് കൊടുക്കണം. എപ്പം? മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, കടുകടുത്ത ശിക്ഷ വന്ന് ഭവിക്കുന്നതിനു മുമ്പ്. ഈ മുന്നറിയിപ്പിനും കടുകടുത്ത ശിക്ഷക്കും കാരണമാകുന്ന എന്ത് തെറ്റാണ് നൂഹ് നബിന്റെ ഖൗമ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്ക്? അവർ 11ാമത്തെ തലമുറയാണ്, 10 തലമുറ വരെ തൗഹീദാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഒന്നും പരിചയമില്ല അവർക്ക്. 11ാമത്തെ തലമുറ ഒരു സുപ്രഭാതത്തിൽ ഒരു റസൂല് വരാൻ മാത്രം അപകടം ചെയ്തവരായത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നൂഹ് നബി അതിന്റെ തൊട്ടടുത്തായത്ത്, അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എനിക്കും നിങ്ങൾക്കും ഒരു റബ്ബുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ റബ്ബ്, നമ്മൾ അംഗീകരിച്ച റബ്ബ്, എന്ത് വിഷയവും ആ റബ്ബുമായിട്ട് മാത്രമേ ബന്ധിപ്പിക്കാവൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ആ അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്ക് വേറെ ഇല്ല. ആദ്യം റബ്ബിനെ പറഞ്ഞിട്ട് പിന്നെ നൂഹ് നബി ഇലാഹിനെയാണ് പറയുന്നത്. അപ്പൊ ഉലൂഹിയത്തിൽ എന്തോ ഒരു കുഴപ്പം നൂഹിന്റെ ഖൗമിന് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താനാണ് നൂഹ് നബി വന്നത്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളി, ഓരോരുത്തരും മനസ്സിലാക്കിക്കോളി. മറുപക്ഷത്തുള്ളത് 5 ജാറങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ? അവർ കള്ളുകുടിയന്മാരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലോ തിരുസുന്നത്തിലോ ചരിത്രത്തിലോ ഉണ്ടോ? അവർ വ്യഭിചാരികളായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ടോ? അവർ തോന്നിവാസികളും കൊലയാളികളുമാണെന്ന് ചരിത്രത്തിലുണ്ടോ? നൂഹ് നബിന്റെ ജനത്തെ പറ്റി അങ്ങനെ ഒരു മോശത്തരവും ഖുർആനോ സുന്നത്തോ ചരിത്രമോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നൂഹ് നബിന്റെ ഇത്ര കടുകടുത്ത വാക്ക് അവർക്കെതിരിൽ ഉപയോഗിക്കാൻ കാരണമായിട്ട് ഖുർആൻ പറഞ്ഞത് സൂറത്തു നൂഹിൽ തന്നെയാണ്. 5 ജാറങ്ങൾ, ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊക വയഊസ വനസ്റ. ഈ 5 പേർ ആരാണ്? ഹൗലായി ഖൗമുൻ സാലിഹൂന മിൻ ഖൗമുൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബിന്റെ ഖൗമിലെ സാലിഹീങ്ങളായ 5 മഹാന്മാരായ ശൈഖുകളായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് കൊടുത്ത തഫ്സീറാ. ആ 5 പേർക്ക് ജാറങ്ങൾ കെട്ടി മൗലാനമാരും ശൈഖുനമാരും ആൾക്കാരെയും കൂട്ടി നിസ്കാരം നിർവഹിക്കുന്നു, നോമ്പ് നിർവഹിക്കുന്നു, ദിക്ർ നിർവഹിക്കുന്നു, സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നു, നരകത്തെ തൊട്ട് കാവലിനെ തേടുന്നു. ഒപ്പം ജാറത്തിൽ ചെന്ന് ഇലാഹദറത്തിയും പറയുന്നു അവര് നരകത്തിലാണെന്ന് നൂഹ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് നൂഹിന്റെ റിസാലത്തിന്റെ ലക്ഷ്യം? അലാ വഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ ബിസ്സലാത്തി അലാ നബിയിഹി അംറാ ഫഖാല മുഖ്ബിറൻ വആമിറാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه أشرا اللهم صل وسلم على رسولك سيدنا محمد وآله وصحبه أجمعين اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا
اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى أزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين والدين في برك وبحرك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.